ITC-ലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും അഡ്വാൻസിന് പങ്കെടുത്ത അതിൽ അവരുടെ മാറ്റങ്ങളൊക്കെ പറയാനേക്കും നമുക്ക് ഭയങ്കര ആഗ്രഹം, എത്തണം എന്നുള്ളൊരു ആഗ്രഹം. അത് പറഞ്ഞ പോലെ വിഷ്വൽ ചെയ്ത് എത്തി. EFT നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തെ തലത്തിലാണ് ഈ അഡ്വാൻസ്. എനിക്ക് ആ EFT മാത്രം ചെയ്തപ്പോൾ എനിക്ക് അതിലേക്ക് കൂടുതൽ ഇൻഡെപ്ത് അറിയണമെന്നും നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നൊരു ഡീപ്പ് ഇൻഡ്യൂഷൻ വന്നപ്പോൾ ഞാൻ അഡ്വാൻസിന് ജോയിൻ ചെയ്തു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഭയങ്കര അൺസേഫായിട്ടുള്ള ഒരുപാട് ഒറ്റപ്പെടൽ, പിതാവിൻ്റെ മരണം കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അനുഭവിക്കുന്ന ഒരാളായിരുന്നു. അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനത്തിനാണ് ശരിക്കും അഡ്വാൻസിലോട്ട് വരുന്നത്. ഇത്രകാലം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിച്ചു. ഇതൊക്കെ എല്ലാവരും ചെയ്യേണ്ടതാണ്. ചിലത് നമുക്ക് നമ്മളാര് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരനുഭവമാണ്. അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. എല്ലാ ദിവസവും ഓൺലൈനിൽ സാറ് മെഡിറ്റേഷനിൽ വരാറുണ്ടെങ്കിലും പക്ഷെ ഓഫ്ലൈൻ മെഡിറ്റേഷൻ സാറിൻ്റെ വാക്കുകൾ നേരിട്ട് കേൾക്കുമ്പോൾ ആ ഒരു എനർജി സ്പ്രെഡ് ചെയ്യുന്നത് അനുഭവിച്ചറിഞ്ഞു ഇന്ന് ശരിക്കും. റിയൽ ഗുഡ് ഹീലിംഗ് ദ മെഡിറ്റേഷൻ. സാർ നമ്മുടെ ഡാഡ് മുംബൈ വന്നിരുന്നോണ്ട് സാർ പറയുന്നത് അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഈ എൻവയോൺമെന്റ്, ഈ വൈബ്. മോർണിംഗ് മെഡിറ്റേഷനിൽ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ ശ്വാസത്തെ അറിയാനും പ്രകൃതിയിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ അറിയാനും അതേപോലെ തന്നെ ഒരു കൂൾ എഫക്റ്റ് ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റീബർത്ത് എന്നത് സാധ്യമാണോ എന്നത് ഒരു ക്വസ്റ്റ്യനേ ഇല്ല. റീബർത്ത് സാധ്യമാണ്.
ജസ്റ്റ് അത് എൻജോയ് ചെയ്താൽ മാത്രം നമുക്കത് അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്ന വാക്കുകളോട് നിങ്ങൾക്ക് അതിന് എത്രമാത്രം അതിൻ്റെ ഡെപ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത് ബിയോണ്ട് വേർഡ്സ് ആണത്. അത് നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ ഒരു ഫീലിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ആരും അറിയാതെ നമ്മൾ ഇത്ര കാലം ജീവിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. The 3 days was really awesome. Seriously, I came to a new world. What can happen?